ഞാൻ ഈ സംഭവം ഉണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചത് കോൺഗ്രസ്സാണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നാണ്. ഞാനത് വെറുതെ പറഞ്ഞ ഒരു കാര്യമല്ല. കോൺഗ്രസിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ ജീർണത ഇപ്പോഴതിശക്തിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെരും മഴ പോലെ പൂർണ്ണമായ അർത്ഥത്തിൽ ജനങ്ങൾക്ക് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ പുറത്തു കൊണ്ടുവന്നത് ഇപ്പോഴാണ്. അത് രാഹുൽ മാക്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. രാഹുൽ മാക്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പുറമേ അറിയാം. അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട രീതിയിൽ ഒരു നിലപാടെടുത്ത് പോയാൽ അത് കോൺഗ്രസിൻ്റെ അകത്തുള്ള ഓരോന്നിൻ്റെയും ബന്ധപ്പെട്ട ജീർണത എത്രത്തോളമാണ് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ള ഭയം അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ്. പേടിയാണെന്നല്ല, തടസ്സമായിട്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ്സുകാരുൾപ്പെടെ, വനിതാ നേതാക്കൾ മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വമാകെ അതിശക്തിയായിട്ട് ആവശ്യപ്പെട്ടത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സസ്പെൻഷൻ മുഖേന ആ പ്രശ്നം അവസാനിപ്പിക്കാമെന്നാണ്. അതുകൊണ്ടൊന്നും കേരളം ഇത്ര ഗുരുതരമായ ഇതുപോലൊരു സംഭവം ലോകചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ഇതൊരു ക്രിമിനൽ വാസനയോടുകൂടി നടത്തിയിട്ടുള്ള ലൈംഗിക പീഡനമാണ്. അപ്പോൾ ഇതിനെതിരായി കേരളത്തിലെ ജനങ്ങൾ അതിശക്തിയായ രീതിയിലാണ് പ്രതികരിച്ചത്, കോൺഗ്രസ് ഉൾപ്പെടെ. ഞാൻ ജനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊന്നുമല്ല, ജനങ്ങളാകെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രതികരിച്ചത്. എന്താണ് കോൺഗ്രസ്സുകാരെടുക്കാൻ പോകുന്ന നിലപാട് എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. അവർക്ക് രാഹുൽ മാക്കൂട്ടത്തെ MLA ആക്കി നിർത്തി ഇനി ഇവർ പറയുന്നത് പോലെ മാക്കൂട്ടം കേൾക്കുന്നില്ലെങ്കിൽ മാക്കൂട്ടത്തിന് MLA ആയിട്ടൊന്നും പ്രവർത്തിക്കാൻ കേരളത്തിൽ സാധിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. പക്ഷേ CPM-ന്റെ രാജി ആവശ്യത്തിന് വലിയ ആത്മാർത്ഥത ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം സാധാരണ ഇത്തരം വിഷയങ്ങളിൽ CPM ഇങ്ങനെയല്ല രാജി ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഇങ്ങനെ തന്നെ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആത്മാഭിമാന സദസ് ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ ജില്ലകളിലാകെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നടക്കാൻ പോവാണ്. അവിടെ സമാധാനം ഇവിടെ ആക്രമണം നടത്തുന്ന ഒരു കാര്യം ഞങ്ങൾക്കില്ലല്ലോ. നിങ്ങൾക്കിത് മനസ്സിലാവേണ്ടത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഇത്ര ജീർണമായ ഒരു അധ്യായം ഇന്നേ വരെ, ആ കോൺഗ്രസ് രൂപം കണ്ടതിന് ശേഷം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളൊരു കാര്യത്തെപ്പറ്റി താരതമ്യം ചെയ്യേണ്ട. താരതമ്യം ചെയ്യാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാകുന്നത് ചില ആളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സംരക്ഷിക്കാൻ പുറപ്പെടേണ്ട. നിങ്ങൾ മാധ്യമങ്ങൾക്കൊന്നും ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും സംരക്ഷിക്കാൻ പറ്റില്ല. ചില ആളുകൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല. ഇനിയോട്ട് സാധിക്കുകയും ചെയ്യില്ല. ഇത് പെരുമഴ പോലെ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ ആരുടേതൊക്കെ വരുമെന്ന് കാത്തിരുന്ന് കാണാം. ചീഞ്ഞുനാറ് ജീർണമായിരിക്കുകയാണ്. എന്തിനാ ആരാ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കണം പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ഏത് ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാണ്? എന്തൊരു BJP വിരുദ്ധ നിലപാടാണ്. BJP MP-യെയും MLA-യും സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിൽ കോൺഗ്രസ് പറഞ്ഞ മനസ്സിലായാ? എന്താ ഒന്നുകൂടി പറയാം. MLA-യും MP-യെയും കേരളത്തിൽ സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനാണിപ്പോൾ ഭീതി. കാരണം ഭയമാണ്. ഇവർ ഓരോരുത്തരെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നും പുറത്തു വരും. അത് ഭയപ്പെട്ടില്ല. അതുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിന് ഇതെല്ലാം അറിയാം. എന്ത് തെരഞ്ഞെടുപ്പ്? അതിന് വെറുതെ പറയുന്നത്. ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഏത് തെരഞ്ഞെടുപ്പിനും സജ്ജമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ്. അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിനും തയ്യാറാണ്. ഞങ്ങൾക്ക് എന്താ ഭയം? ഞങ്ങളുടെ സംഘടനാ സംവിധാനം മുഴുവൻ സന്നദ്ധമാണ്. ഉറപ്പായിട്ട് വെക്കണം എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെയാണ് CPI-യും. സസ്പെൻഷൻ ചെയ്തിരിക്കുകയാണ്. സസ്പെൻഷൻ ചെയ്തിരുന്ന കാര്യം അടുത്ത നിയമസഭാ കാലയളവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണത്തില്ല. ഇപ്പൊ മണ്ഡലത്തിലുമില്ല. ഇപ്പൊ ജനങ്ങളുടെ ഒരു വികാരം ഏറ്റെടുത്ത് ഇത് രാജിവെക്കണം തന്നെയാണ് ഇപ്പൊ CPM-ന്റെ. ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ, ഒരു ഘട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് തീരുമാനിക്കട്ടെ, പിന്നെ പറഞ്ഞു ജനങ്ങളുടെ വികാരമായിട്ട് വന്നിരിക്കുകയാണ്, അപ്പോൾ രാജിവെക്കണം. സാധാരണ CPM രീതി രാജിവരെ പ്രക്ഷോഭം നിങ്ങളുടെ തീരുമാനമല്ല, ഞങ്ങളുടെ തീരുമാനം. നിങ്ങൾ കുറെ കൊല്ലായി പറഞ്ഞു നടക്കാൻ തുടങ്ങി. CPM എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? CPM-ന് നല്ല ധാരണയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നത് പോലെ CPM-നെ ഏതെങ്കിലും രീതിയിൽ പ്രതികൂട്ടിലാക്കാൻ, പിന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ കഴിയാൻ, അപവാദ പ്രചരണം നടത്താൻ, ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ ഇതിനൊന്നും ഒരു തരത്തിലും ഭീഷണപരമായ ഒരു അവസ്ഥയെ കാണുന്നില്ല. ഞങ്ങൾ അജണ്ട വെച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകുക. നിങ്ങൾ അജണ്ട വെച്ച് ഞങ്ങളില്ല. രാഹുൽ രാജിവെക്കുന്നതാണോ MLA തുടർന്നാണോ CPM-ന് ഗുണം ചെയ്യുന്നത്? ഞങ്ങൾക്ക് എന്താ കാര്യം?
ഇവൻ്റെ ഈ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ പ്രതികരണത്തിന് ഞങ്ങളെന്ത് അടിസ്ഥാനത്തിലാണ് മറുപടി പറയേണ്ട കാര്യം? ഇപ്പൊ അവസാനം പ്രതി ഞങ്ങളായോ? ഇല്ല പ്രതിയാകല്ല. പിന്നെ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ പ്രതിയാക്കും. അതാ നിങ്ങളുടെ ഏർപ്പാട് എങ്ങനെയാ? അങ്ങനൊന്നുമല്ല. രാജി വെക്കുന്നതാണോ രാഹുൽ MLA തുടർന്നാണ് CPM രാഷ്ട്രീയമായ ഗുണം? ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഗുണവും ഇതിലൊന്നും ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസിന്റെ ജീർണമായ മുഖം ഇനി രാജി വെച്ചാലും രാജി വെച്ചില്ലെങ്കിലും സസ്പെൻഷൻ ആയാലും സസ്പെൻഷൻ ആയിട്ടില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്, വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ. സെപ്റ്റംബർ 15 നിയമസഭാ സമ്മേളനം നടക്കുകയാണല്ലോ. അപ്പോൾ രാഹുൽ അങ്ങനെ ഈ രാജി വെക്കാതെ നിയമസഭയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് നമുക്ക് കാണാം. അതല്ല നമുക്ക് അന്നേരം കാണാം. എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.